ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നിശേഷ ഹരണം അഥവാ ഡിവിസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ എന്താണ് നിശേഷ ഹരണം? നിശേഷ ഹരണം എന്ന് പറഞ്ഞാൽ നിശേഷം ഹരിക്കുക, അതായത് ശിഷ്ടമൊന്നുമില്ലാത്ത രീതിയിൽ ഹരിക്കുക. അപ്പൊ PSC എങ്ങനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ചോദ്യം ചോദിക്കാറുള്ളത്? ഒരു നമ്പർ തരും, എന്നിട്ട് ചോദിക്കും ആ നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ട് ചോദിക്കും. ഒരു വലിയ നമ്പർ തന്നിട്ട് ചോദിക്കും ഒന്നാമത്തെ ഓപ്ഷൻ ഈ നമ്പർ 4 കൊണ്ടും 7 കൊണ്ടും 10 കൊണ്ടും ഡിവിസിബിൾ ആണ്, എന്നിട്ട് അടുത്ത ഓപ്ഷൻ 2 കൊണ്ടും 3 കൊണ്ടും 11 കൊണ്ടും ഡിവിസിബിൾ ആണ്. അങ്ങനെ കുറെ ഓപ്ഷൻ തരും. അതിൽ ഏതാണ് ശരി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് എന്താണ് എന്ന് പറഞ്ഞു. ഇനി ഓരോ സംഖ്യയിൽ ഒരു ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ കുറച്ച് എന്തുണ്ട്, കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സംഖ്യ തന്നിട്ട് ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്നതിന്റെ കണ്ടീഷൻ നോക്കുക. 2 കൊണ്ട് ഒരു സംഖ്യ ഡിവിസിബിൾ ആവണമെങ്കിൽ ആ സംഖ്യ എന്താവണം എന്നാണ് പറഞ്ഞത്? ഇരട്ട സംഖ്യ ആവണം. അപ്പൊ 28 തന്നിട്ടുള്ളതെങ്കിൽ 28 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ആ സംഖ്യ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇങ്ങനെ ഓരോ സംഖ്യയ്ക്കും 2, 3 മുതൽ അങ്ങനെ എല്ലാ സംഖ്യയ്ക്കും എന്തുണ്ട്? ഓരോ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 2 മുതൽ 12 വരെയുള്ള സംഖ്യകളുടെ കണ്ടീഷൻസ് പറയും, പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ചെയ്യും. ആദ്യം കണ്ടീഷൻസ് മാത്രം പറഞ്ഞു പോവുകയാണ്, എന്നിട്ടാണ് നമ്മൾ ഓരോന്നിന്റെ എക്സാമ്പിൾ ആയിട്ട് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ 2 എന്ന നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ പറഞ്ഞു. എന്താണ്? വന്നിട്ടുള്ള സംഖ്യ ഇരട്ട സംഖ്യ ആവണം. ആണെങ്കിൽ ഉറപ്പായിട്ടും ആ സംഖ്യയെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്തത് 5. അതിനു മുന്നേ ഞാൻ ഈ സംഖ്യകളെ തന്നെ 2 മുതൽ 12 വരെയുള്ള സംഖ്യകളെ തന്നെ ഞാൻ കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആ കാറ്റഗറിയാണ് ഞാൻ നെവർ മൈൻഡ് എന്നുള്ള കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാറ്റഗറിയാണ് ഈസി. ഈസി എന്നുള്ളത് ആ കണ്ടീഷന് നമുക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേറെ രീതിയിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ കണ്ടീഷൻ അറിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. പിന്നെ മീഡിയം എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്, അതിന്റെ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ 2ന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് 5, നെവർ മൈൻഡ് എന്നുള്ള കാറ്റഗറിയിൽ തന്നെ വരുന്ന അടുത്ത സംഖ്യയാണ് 5. 5ന്റെ കണ്ടീഷൻ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യ 0-ലോ 5-ലോ അവസാനിക്കണം. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, 85 സംഖ്യ എന്ന് വിചാരിക്കാം. എന്നിട്ട് ചോദിക്കുകയാണ് ഈ സംഖ്യ 5 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കാം സംഖ്യ ഒന്ന് 0-ലോ അല്ലെങ്കിൽ 5-ലോ അവസാനിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ സംഖ്യ 5-ൽ അവസാനിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് 5 വെച്ച് പൂർണ്ണമായിട്ടും ഹരിക്കാം. ഉത്തരം എന്ത് കിട്ടും? 17 കിട്ടും. വേറൊരു എക്സാമ്പിൾ നമുക്ക് 91 എന്നുള്ളൊരു സംഖ്യ തന്നു. അപ്പൊ നമ്മൾ കണ്ടീഷൻ നോക്കുകയാണ്, സംഖ്യ 0-ൽ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. സംഖ്യ 5-ൽ അവസാനിക്കുന്നുണ്ടോ? അതുമില്ല. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് എന്ത് വെച്ച് ഹരിക്കാൻ പറ്റില്ല? 5 വെച്ച് ഹരിക്കാൻ പറ്റില്ല. നെവർ മൈൻഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന അടുത്ത സംഖ്യയാണ് 10. 10ന്റെ കണ്ടീഷൻ എന്താണ്? 0-ൽ അവസാനിക്കണം. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള സംഖ്യ 0-ൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സംഖ്യയെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ നെവർ മൈൻഡ് എന്നുള്ള കാറ്റഗറി നമ്മൾ പഠിക്കണമെന്ന് പോലുമില്ല. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോയിന്റ്സ് തന്നെയായിരിക്കും ഇതെല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. അടുത്ത കാറ്റഗറിയാണ് ഈസി. ഈസി എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന സംഖ്യകളാണ് 3, 4, 6, 8, 9. 3, 4, 6, 8, 9 ഓരോന്നിനും കണ്ടീഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഈസി എന്ന കാറ്റഗറിയിൽ ഇട്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ കണ്ടീഷൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഹരിച്ചു നോക്കിയിട്ടൊക്കെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, അപ്പൊ ആദ്യത്തെ സംഖ്യ എടുക്കാം, 3. 3 എന്നുള്ള സംഖ്യയുടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് സംഖ്യകളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ കഴിയണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സംഖ്യ തന്നു, 789 എന്നുള്ളൊരു സംഖ്യ തന്നിട്ട് ചോദിച്ചു ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? നമുക്ക് ഈ കണ്ടീഷൻ ഒന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 3 കൊണ്ട് ഹരിച്ചു നോക്കാം.
പക്ഷെ കണ്ടീഷൻ വഴി ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സംഖ്യകളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ 7 + 8 + 9, 7 8 15, 15 9 24. 24നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതാണോ? 24നെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 8 കിട്ടും. അതായത് 3 കൊണ്ട് ഹരിക്കാം. അതിന്റെ അർത്ഥം ഈ തന്നിരിക്കുന്ന സംഖ്യയും ചോദ്യത്തിൽ തന്നിട്ടുള്ള സംഖ്യയും എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്ത സംഖ്യ 4. 4ന്റെ കണ്ടീഷൻ എന്താണ്? അവസാനത്തെ 2 അക്കങ്ങളെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയണമല്ലെങ്കിൽ ആ 2 അക്കങ്ങൾ 0 0 ആയിരിക്കണം. നമുക്ക് തന്നിട്ടുള്ള സംഖ്യ 919 ആണ് എന്ന് വിചാരിക്കാം. നമ്മൾ നോക്കുക, അവസാനത്തെ 2 അക്കങ്ങൾ എടുത്തിട്ട് അതിനെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 19 ആണ്. 19നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 4 4 16 കഴിഞ്ഞിട്ട് ബാക്കി ഒരു 3 ശിഷ്ടം വരും. അപ്പൊ 19നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷൻ തെറ്റിയ കാരണം നമുക്ക് പറയാം 919നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. ഇനി വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 900 ആണ് തന്നതെങ്കിലോ? 900ന്റെ അവസാനത്തെ 2 അക്കങ്ങൾ എന്താണ്? 0 0. 2 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അവസാനത്തെ 2 അക്കങ്ങൾ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയും. അതായത് 900 എന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാം. നമുക്ക് അടുത്ത സംഖ്യയിലേക്ക് പോവാം. അടുത്ത സംഖ്യ ഏതാണ്? 6 ആണ്. 6ന്റെ കണ്ടീഷൻ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. തന്നിട്ടുള്ള സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ കഴിയണം, അതുപോലെ 3 കൊണ്ടും ഹരിക്കാൻ കഴിയണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ സംഖ്യയെ നമുക്ക് 6 വെച്ച് ഹരിക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ ഒരു സംഖ്യ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. 726 എന്നുള്ളൊരു സംഖ്യ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം നോക്കുന്നു 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? 2 കൊണ്ട് ഹരിക്കണമെങ്കിൽ അത് എന്താവണം? അതൊരു ഈവൻ നമ്പർ ആവണം, ഇരട്ട സംഖ്യ ആവണം. അപ്പോൾ 6ലാണ് അവസാനിക്കുന്നത്, അതൊരു ഇരട്ട സംഖ്യ ആണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ ആയി. അടുത്ത കണ്ടീഷൻ എന്താണ്? 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. 3 കൊണ്ട് ഹരിക്കുന്നതിന്റെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സംഖ്യകളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 7 2 9, 9 6 15. 15നെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്? 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഉത്തരം 5 കിട്ടും. അപ്പൊ 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്, 2 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ 726 എന്നുള്ള സംഖ്യയെ നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നാണ്. അടുത്ത സംഖ്യയിലേക്ക് പോവാം. അടുത്ത സംഖ്യയാണ് 8. 8 എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ അവസാനത്തെ 3 അക്കങ്ങൾ, അവസാനത്തെ 3 സംഖ്യകൾ 8 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാം. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, അവസാനത്തെ 3 സംഖ്യകൾ 0 0 0 ആവണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള സംഖ്യ ഒരു എക്സാമ്പിൾ ആയിട്ട് 9000 ആണ് എന്ന് വിചാരിക്കാം. ആ കണ്ടീഷൻ ഓക്കെ ആണ്. 3 പൂജ്യത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാം 9000നെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഇനി അല്ലെങ്കിൽ വേറൊരു സംഖ്യ തന്നു എന്ന് വിചാരിക്കാം. 9126 ആണ് സംഖ്യ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടീഷൻ എടുക്കാം. അവസാനത്തെ 3 സംഖ്യകൾ 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അവസാനത്തെ 3 സംഖ്യകൾ ഏതൊക്കെയാണ്? 126. 8ന്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 8 15 120 ആണ്. പിന്നെ ഒരു 6 കൂടിയേ ഉള്ളൂ 126ലേക്ക്. അതിന്റെ അർത്ഥം 6 ശിഷ്ടമായിട്ട് വരും. 8 കൊണ്ട് 126നെ ഹരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അതിന്റെ അർത്ഥം എന്താണ്? 9126നെ നമുക്ക് എന്ത് വെച്ച് ഹരിക്കാൻ കഴിയില്ല? 8 വെച്ച് ഹരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സംഖ്യയിലേക്ക് പോവാം. അടുത്ത സംഖ്യയാണ് 9. 9ന്റെ കണ്ടീഷനും 3ന്റെ കണ്ടീഷന് സിമിലർ ആണ്. കണ്ടീഷൻ എന്താണ്? സംഖ്യകളുടെ തുകയെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയണം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 729 ആണ് സംഖ്യ എന്ന് വിചാരിക്കാം. സംഖ്യകളുടെ തുക എടുത്തു നോക്കുക. 7 2 9, 9 9 18. ആ 18നെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. 18/9 = 2 എന്ന് കിട്ടും. അങ്ങനെ തുകയെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സംഖ്യയെയും നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ കഴിയും? 9 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈസി എന്നുള്ള കാറ്റഗറിയും കഴിഞ്ഞു. ആദ്യത്തെ 2 കാറ്റഗറി
നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയതാണ്. അതിന് നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. മീഡിയം. ഈ കാറ്റഗറിയിൽ വരുന്നത് 3 സംഖ്യകളാണ്: 7, 11, 12. 7ന്റെ കണ്ടീഷൻ നോക്കാം. 7ന്റെ കണ്ടീഷൻ കുറച്ച് വലിയ സെന്റൻസ് ആണ്. അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് ആ ഇരട്ടി കുറയ്ക്കുക, എന്നിട്ട് കിട്ടുന്ന ഉത്തരം 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 7 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നാണ്. സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് കിട്ടുന്നതും ഒരു വലിയ സംഖ്യ തന്നെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 192 എടുത്ത് നോക്കാം. അവസാനത്തെ സംഖ്യ ഏതാണ്? 2 ആണ്. അതിന്റെ ഇരട്ടി എടുത്താൽ എന്ത് കിട്ടും? 2ന്റെ ഇരട്ടി 4. ആ 4ന് ഈ ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. 19ൽ നിന്ന് 4 പോയാൽ എന്ത് കിട്ടും? 15 കിട്ടും. എന്നിട്ട് കിട്ടുന്ന സംഖ്യയെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക? 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. 15ന് നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. കാരണം 2 7 14ആണ്. അത് കഴിഞ്ഞ് 1 ശിഷ്ടം വരും. അപ്പൊ ഈ സംഖ്യയെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല എന്ന് ഈ സ്റ്റെപ്പിലൂടെ കിട്ടും. ഇനി നമുക്കൊരു കുറച്ചുകൂടെ വലിയ സംഖ്യ എടുത്ത് നോക്കാം. സംഖ്യ ഇതാണെന്ന് വിചാരിക്കാം. 71,337. ഓക്കെ. അവസാനത്തെ സംഖ്യ ഏതാണ്? 7. ബാക്കി 3, 1, 8, 3. അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി എടുക്കുക. 7 × 2 14. ആ 14നെ ഈ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. 3183 മൈനസ് 14, 3169 എന്ന് കിട്ടും. ഇപ്പോ ഇത് നോക്കിയാലും നമുക്ക് നേരത്തെ പോലെ ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല എന്ത് 7 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ. അങ്ങനെയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് 9ന് എടുക്കുക. 9നെ എടുത്തിട്ട് അതിന്റെ ഡബിൾ കാണുക. 316 ബാക്കി. 9ന്റെ ഡബിൾ എത്രയാണ്? 18ആണ്. എന്നിട്ട് 316ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ 298 കിട്ടും. 298നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് ചില ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും. കാരണം നമുക്ക് 4 28ആണ്. അപ്പൊ 280 പിന്നെ ഒരു 18 ആണ്. ആ 18ൽ എന്തായാലും 7 പോവില്ല. അപ്പൊ ഇവിടുന്ന് തന്നെ ചില ആളുകൾക്ക് ഉറപ്പിക്കാൻ പറ്റും എന്ത് ഇത് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയല്ല. പിന്നെ ഇവിടുന്നും പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? പ്രോസസ്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. അതായത് 298ലെ 8നെ എടുക്കുക, അതിന്റെ ഡബിൾ എടുക്കുക 16. ബാക്കി എന്തുണ്ട്? 29. 29ൽ നിന്ന് ഈ 16 കുറയ്ക്കുക. ബാക്കി അപ്പൊ എത്ര വരും? 13 വരും. ഈ 13നെ നമുക്ക് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ തന്നിട്ടുള്ള സംഖ്യ 31,837ന് നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പൊ അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. പെട്ടെന്ന് കിട്ടുന്നതാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുക. ഇനി കിട്ടാതെ വലിയൊരു സംഖ്യ തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പിന് ശേഷം വരുന്നതെങ്കിൽ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത സംഖ്യയിലേക്ക് പോവാം. 11. 11ന് ഞാൻ 0 ഓർ ഡിവിസിബിൾ ബൈ 11 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് എഴുതുന്നതിനേക്കാൾ നല്ലത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 2728. അപ്പൊ 11 വെച്ചുള്ള ഡിവിസിബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നിടവിട്ട സംഖ്യകൾ എടുക്കുക. ഇവിടെ 2ഉം 2ഉം. പിന്നെ അടുത്ത ഗ്രൂപ്പ് 7ഉം 8ഉം. ആ ഗ്രൂപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ 2ഉം 2ഉം 4, 7ഉം 8ഉം 15. എന്നിട്ട് ഈ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. 4ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം, അതായത് 15 - 4 എത്രയാണ്? 11ആണ് വ്യത്യാസം. ഈ കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയൊരു സംഖ്യ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഈ കേസിൽ എന്ത് കിട്ടി? 11 കിട്ടി. 11 എന്ന് പറയുന്നത് 11നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ അതിന്റെ അർത്ഥം നമുക്ക് തന്നിട്ടുള്ള സംഖ്യയെ നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. 3, 1, 8, 7, 9, 6. ഈ സംഖ്യ എടുത്തിട്ട് നമ്മൾ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുക. 3, 8,
9. അത് തമ്മിൽ കൂട്ടുക. 3 8 11, 11 9 20. അത് ഒരു ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പിൽ 1 7 6, 1 7 8 8 6 14. എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അത് ഈ രണ്ടിലും വരുന്നില്ല. 0-ഉമല്ല 11ന്റെ മൾട്ടിപ്പിളും അല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ സംഖ്യയെ നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഓക്കെ, അപ്പൊ 11 കഴിഞ്ഞു. ഇനി നമുക്ക് 12 മീഡിയത്തിൽ വരുന്ന അടുത്ത സംഖ്യ. 12ന്റെ കണ്ടീഷൻ ഇതാണ്: 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ കഴിയണം. നമ്മൾ നേരത്തെ 6ന്റെ കേസ് പറഞ്ഞ പോലെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന്റെ അർത്ഥം 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ 12ന്റെ കേസിൽ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഒരുമിച്ച് ഒരേ സമയത്ത് കഴിയുമെങ്കിൽ ആ സംഖ്യയെ 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം 720. 720 നമുക്ക് ആദ്യം 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം. 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? സംഖ്യകളുടെ തുക എടുക്കുക. 7 2 9. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. പറ്റും എന്ന് മനസ്സിലാവുന്നു. അപ്പം 3 ഓക്കെയാണ്. അടുത്തത് 4. 4ന്റെ കണ്ടീഷൻ എന്തായിരുന്നു? അവസാനത്തെ 2 അക്കങ്ങളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് 20. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. അപ്പോൾ 20നെ 4 കൊണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 3 കൊണ്ടും ഡിവിസിബിൾ ആണ്, 4 കൊണ്ടും ഡിവിസിബിൾ ആണ്. അതിന്റെ അർത്ഥം 720നെ നമുക്ക് ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്? 12 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് തിയറി ആയിട്ട് വരുന്നത്. ഇനി ഈ ഓരോ കാറ്റഗറിയിലും ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ ചെയ്തു പോവാം. ഓക്കെ, ആദ്യത്തെ കാറ്റഗറി ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കണം. ആദ്യത്തേത് 2 2ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. കണ്ടീഷൻ എന്താണ്? ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കുന്നു. ആദ്യത്തെ എക്സാമ്പിൾ 12. 12 ഒരു ഇരട്ട സംഖ്യ ആണോ? ആണ്. അതായത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 241 ഒരു ഇരട്ട സംഖ്യ ആണോ? അല്ല. അപ്പൊ അത് എന്തുകൊണ്ട് ഡിവിസിബിൾ അല്ല? 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. 7 ഒരു ഇരട്ട സംഖ്യ ആണോ? അല്ല. അപ്പൊ അതും 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. അടുത്തത് 5ന്റെ എക്സാമ്പിൾ നോക്കാം. 5ന്റെ കണ്ടീഷൻ എന്താണ്? സംഖ്യ 0-ലോ 5-ലോ അവസാനിക്കണം. ആദ്യത്തെ എക്സാമ്പിൾ സംഖ്യ 0-ൽ അവസാനിക്കുന്നു. അപ്പോൾ അത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അടുത്തത് 0-ലുമല്ല 5-ലുമല്ല അവസാനിക്കുന്നത്, 3-ലാണ്. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത സംഖ്യ അവസാനിക്കുന്നത് 5-ലാണ്. അപ്പൊ 0-ലോ 5-ലോ അവസാനിക്കണം എന്നുള്ളതിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഇത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അടുത്ത 10ന്റെ എക്സാമ്പിൾസ് നോക്കാം. 10ന്റെ കണ്ടീഷൻ എന്താണ്? 0-ൽ അവസാനിക്കണം. തന്നിട്ടുള്ള സംഖ്യ 0-ൽ അവസാനിക്കണം. 55 0-ൽ അവസാനിക്കുന്നില്ല. അപ്പോൾ അതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 138ന് പറ്റില്ല. അടുത്ത സംഖ്യ 0-ലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അത് 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. ഓക്കെ, അടുത്തത് 3ന്റെ എക്സാമ്പിൾസ് നോക്കാം. കണ്ടീഷൻ എന്താണ്? സംഖ്യകളുടെ തുകയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നാണ് നോക്കേണ്ടത്. ആദ്യത്തെ എക്സാമ്പിൾ 7581. ആദ്യം തുക കാണുക. 7ഉം 5ഉം 12. 12 തൊട്ട് 20, 21 21. 21നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 21ന്റെ 3 7 അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ എടുക്കാം. 2,17,320. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തുക കാണണം. 2 3 3, 3 7 10, 10 3 13 2 15. 15നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ 313. 3 3 4, 4 3 7. 7നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം 313നും നമുക്ക് 3 വെച്ച് ഹരിക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം 4ന്റെ എക്സാമ്പിൾസ് ആണ്. 4ന്റെ കണ്ടീഷൻ എന്താണ്? അവസാനത്തെ 2 അക്കങ്ങൾ 4 കൊണ്ട് ഹരിക്കാൻ കഴിയണം. ആദ്യത്തെ എക്സാമ്പിൾ 4192. അവസാനത്തെ 2 അക്കം 92. 92നെ നമുക്ക് 4 വെച്ച് ഹരിച്ച് നോക്കിയാൽ 80ഉം 12ഉമാണ്. അപ്പൊ 80ഉം 12ഉം ആകുമ്പോൾ 80 + 12. 80ൽ പോവും, 12ലും 4 പോവും. അതിന്റെ അർത്ഥം 92നെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അടുത്ത സംഖ്യ എടുത്താൽ അവസാനത്തെ 2 അക്കം 14. 14നെ നമുക്ക് 4 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 12 കഴിഞ്ഞിട്ട് 2 ശിഷ്ടം വരും. അപ്പൊ ഈ സംഖ്യ 4 കൊണ്ട്
ഡിവിസിബിൾ അല്ല. അടുത്ത എക്സാമ്പിൾ 18 ലാസ്റ്റ് കണ്ടത്. 18 നമുക്ക് 4 കൊണ്ട് ഹരിച്ചാൽ 16 കഴിഞ്ഞ് 2 ശിഷ്ടം വരും. അതായത് 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. അടുത്തത് 6ന്റെ എക്സാമ്പിൾസ് ആണ്. 6 കൊണ്ടുള്ള ഡിവിസിബിലിറ്റിയുടെ കണ്ടീഷൻ എന്താണ്? 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. 3407. 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. കാരണം അവസാനം ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ തെറ്റി. ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? 6 കൊണ്ട് ഹരിക്കാം എന്ന് പറയാൻ പറ്റൂ. ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ തന്നെ തെറ്റി. അതുകൊണ്ട് 3407 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഖ്യയല്ല. അടുത്ത എക്സാമ്പിൾ എടുക്കാം. 96,128. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ? ആണ്. കാരണം അവസാനത്തിൽ ഒരു ഇരട്ട സംഖ്യയാണ്. ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക? തുക എടുക്കുക. 9 6 15, 15 1 16, 2 18 മറ്റും 26. 26 നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 3 24 കഴിഞ്ഞ് 2 ശിഷ്ടം വരും. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് 6 വെച്ച് ഹരിക്കാൻ കഴിയില്ല. അടുത്ത എക്സാമ്പിൾ 217. 217 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 216 കൂടെ എടുക്കാം. 216 നോക്കുമ്പോൾ ആദ്യത്തെ 2ന്റെ കണ്ടീഷൻ ഓക്കെ ആണ്, കാരണം ഇരട്ട സംഖ്യയാണ്. 3ന്റെ കണ്ടീഷൻ ഓക്കെ ആണോ? 2 3 3, 3 6 9. 9 3 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യയാണ്. അതിന്റെ അർത്ഥം 216 6 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യയാണ്. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട്. ഓക്കെ. അടുത്ത 8ന്റെ കണ്ടീഷനിലേക്ക് പോവാം. 8ന്റെ കണ്ടീഷൻ എന്താണ്? അവസാനത്തെ 3 സംഖ്യകൾ 8 കൊണ്ട് ഹരിക്കാൻ കഴിയണം. അപ്പൊ എക്സാമ്പിൾ 3400. അവസാനത്തെ 3 സംഖ്യ 400. 400/8 ചെയ്താൽ 50 കിട്ടി. അതിന്റെ അർത്ഥം 400 8 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ 3400 ഓക്കെ ആണ്, 8 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യ ആണ്. അടുത്ത എക്സാമ്പിൾ 96. 96 നോക്കുമ്പോൾ നമ്മുടെ കണ്ടീഷനിൽ എന്താ പറയുന്നത്? അവസാനത്തെ 3 സംഖ്യകളെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയണം. ഇവിടെ 3 സംഖ്യ ഇല്ല, ഇവിടെ 2 സംഖ്യയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? 96 ഡയറക്റ്റ് 8 വെച്ച് ഹരിച്ചു നോക്കുക. ചെറിയ സംഖ്യ ആകുമ്പോൾ ഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ 10 8 80, 2 8 16, 12 8 96. അപ്പൊ ഇത് 8 കൊണ്ട് ഹരിക്കാൻ പറ്റിയൊരു സംഖ്യയാണ്. ഓക്കെ. അപ്പൊ 8ന്റെ കഴിഞ്ഞ് അടുത്ത സംഖ്യ 9 ആണ്. 9ന്റെ നമ്മൾ പറഞ്ഞു 3ന്റെ പോലെ തന്നെയാണ്. തുക കാണുക. 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യത്തെ എക്സാമ്പിൾ 3407. തുക എത്രയാണ്? 3 4 7, 7 7 14. 14 നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ടത് 9 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യ അല്ല. അടുത്ത എക്സാമ്പിൾ എടുക്കാം. 96,128. തുക എത്രയാണ്? 9 ആണ് 15 1 16, 18 8 26. 26നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഈ എക്സാമ്പിൾ നേരത്തെ ഏതോ ഒരു ചോദ്യത്തിന്റെ എക്സാമ്പിൾ കയറി വന്നതാണ്. അപ്പൊ പകരം നമുക്ക് വേറെ 2 എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം തുക കാണാം. 7 1 8, 8 9 17, 19 8 27. 27 എന്താണ്? 9 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യയാണ്. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ കൂടെ എടുത്താൽ 374. 374ന്റെ തുക എടുക്കുക. 7 3 10, 10 4 14. 14 നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യ അല്ല. അതിന്റെ അർത്ഥം 374നെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 7ന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സംഖ്യ തന്നിട്ടുണ്ടാവും, സംഖ്യയിലെ അവസാനത്തെ സംഖ്യ എടുക്കുക, അതിന്റെ ഇരട്ടി എടുക്കുക, എന്നിട്ട് ബാക്കി വരുന്ന സംഖ്യയിൽ നിന്ന് അത് കുറയ്ക്കുക. എന്നിട്ട് കിട്ടുന്ന സംഖ്യ 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. എന്നിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തും, കിട്ടുന്നില്ലെങ്കിൽ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. 714. അവസാനത്തെ സംഖ്യ ഏതാണ്? 4. 4ന്റെ ഇരട്ടി എത്രയാണ്? 8. ബാക്കിയുള്ളത് 71. 71ൽ നിന്ന് ഈ 8 കുറച്ചാൽ എത്ര വരും? 63 വരും. 63 7 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യയാണോ? ആണ്. 9 7 63. അപ്പോൾ അതിന്റെ അർത്ഥം 714 7 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യയാണ്. അല്ലാതെ നമ്മൾ നോക്കിയാൽ 700 പ്ലസ് 14 714. 700 എന്തായാലും 7 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യയാണ്. 14 എന്ന് പറഞ്ഞാൽ 2 7. ഈ ഒരു കണ്ടീഷൻ ഓർമ്മയില്ലെങ്കിൽ പോലും ഈ സംഖ്യ ചെയ്യാൻ പറ്റും.
ഇനി വേറൊരു സംഖ്യ നോക്കാം. 43,526. നമ്മളോട് പറഞ്ഞത് അവസാനത്തെ സംഖ്യ 6, അതിന്റെ ഡബിൾ എടുക്കുക 12. ബാക്കി 4, 3, 5, 2. 4, 3, 5, 2. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഈ 12 കുറയ്ക്കുക. അപ്പോൾ 4340 എന്ന് കിട്ടും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവസാനത്തെ സംഖ്യയുടെ ഡബിൾ എടുക്കുക. അവസാനത്തെ സംഖ്യ 0 ആയതുകൊണ്ട് ഡബിൾ എടുക്കാനൊന്നുമില്ല. ബാക്കി 434. 434 നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ ചില ആളുകൾക്ക് ഇവിടെ നിന്ന് കിട്ടും. കാരണം 7, 6, 42. 420ഉം 14ഉമാണ് എന്ത്? 434. അത് 7 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് ചിലർക്ക് ഇവിടെ നിന്ന് കിട്ടും. അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. 434ന്റെ അവസാനത്തെ സംഖ്യ എത്രയാണ്? 4. അതിന് ഡബിള് 8. ആ 8നെ 43 നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 35 എന്ന് കിട്ടും. 35/7 ആണ് 5. അതായത് 35 എന്തായാലും 7 കൊണ്ട് ഹരിക്കാൻ പറ്റിയൊരു സംഖ്യയാണ്. അതിന്റെ അർത്ഥം നമുക്ക് തന്നിട്ടുള്ള ഈ വലിയ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഹരിക്കാവുന്നതാണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഡിവിസിബിലിറ്റിയിൽ 7 കഴിഞ്ഞു. ഇനി അടുത്തത് 11. 11ന്റെ നമ്മൾ നേരത്തെ കണ്ടീഷൻ പറഞ്ഞു. അതായത് സംഖ്യ തന്നിട്ടുണ്ടാവും, സംഖ്യയിൽ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് വ്യത്യാസം കാണുക. ഒരു എക്സാമ്പിൾ എഴുതാം. 3, 4, 9, 4, 5, 9. ഇത് നമ്മൾ ആ സ്റ്റെപ്പ് പ്രകാരമാണെങ്കിൽ ഒന്നിടവിട്ട സംഖ്യകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അടുത്ത ഗ്രൂപ്പും ഉണ്ടാക്കുന്നു. ഇത് തമ്മിൽ കൂട്ടുന്നു. 3, 9, 12. 12 5 എത്രയാണ്? 17. അതൊരു ഗ്രൂപ്പ്. അടുത്തത് 4, 4, 8. 8ഉം 9ഉം 17. അവിടെ എന്ത് കിട്ടും? 17 കിട്ടും. അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 0. നമ്മുടെ കണ്ടീഷൻ പ്രകാരം ഈ വ്യത്യാസം ഒന്നുകിൽ 0യോ അല്ലെങ്കിൽ 11ന്റെ ഒരു മൾട്ടിപ്പിളോ ആയാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാം. ഇവിടെ നമുക്ക് 0 കിട്ടി. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാം? 11 കൊണ്ട് ഹരിക്കാം. അടുത്തത് 12. 12ന്റെ കണ്ടീഷൻ 3 കൊണ്ടും 4 കൊണ്ടും ഒരേ സമയം ഹരിക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ 720 നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ? 7 2 9. 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ കണ്ടീഷൻ ഓക്കെ ആയി. ഇനി 4 കൊണ്ട് പറ്റുന്നുണ്ടോ? അവസാനത്തത് 20ആണ്. 20ന് നമുക്ക് 4 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. അത് ഓക്കെയാണ്. അപ്പൊ 12 കൊണ്ട് 720നെ ഹരിക്കാം. ഇനി വേറൊരു സംഖ്യ എടുത്ത് നോക്കാം. 8192 എടുത്ത് നോക്കാം. ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 8 1 9. 9 9 18 2 20. അത് 20ആണ്. 20നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ തന്നെ കണ്ടീഷൻ തെറ്റി. അതിന്റെ അർത്ഥം ഈ സംഖ്യയെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ കഴിയില്ല? 12 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും.